നമസ്കാരം. 21-ാം നൂറ്റാണ്ടിന്റെ കാൽ നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് ലോകം. ഈ നൂറ്റാണ്ടിന്റെ 4/1 പിന്നിടാൻ ഒരുങ്ങുമ്പോൾ കേരളം എങ്ങനെ മാറി? ആളാം വീതം കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോണുകളും വീടുകൾ തോറുമുള്ള ഫ്ലാറ്റ് ടിവികളും അല്ലാതെ ജീവിതം മാറി മറിഞ്ഞു. ഗൾഫ് പ്രവാസത്തിൽ നിന്ന് കാനഡ കുടിയേറ്റത്തിലേക്ക്, സുനാമി മുതൽ മഹാപ്രളയവും പിന്നെ ഒടുവിൽ മുണ്ടക്കൈയും ചൂരൽമലയും, ഇതിനിടെ ഓഖിയും പെട്ടിമുടിയും കവളപ്പാറയും പുത്തുമലയും, കുമരകം തേക്കടി തട്ടേക്കാട് താനൂർ തൂവൽ തീരം ബോട്ടപകടങ്ങൾ, കോവിഡ് കൊണ്ടുപോയ 10,000ങ്ങൾ, 3 തവണ മിന്നൽ പോലെ വന്ന നിപയും, ഒപ്പം തീവ്രവും അതിതീവ്രവുമായ വർഗീയതയുടെ പല മുഖവരവുകൾ. ഇതിനിടെ നമ്മെ വിട്ടുപിരിഞ്ഞ മുൻ മുഖ്യമന്ത്രിമാരായ EK നായനാരും K കരുണാകരനും PK വാസുദേവൻ നായരും ഉമ്മൻചാണ്ടിയും, പിന്നെ വിശേഷണങ്ങൾ വേണ്ടാത്ത ഒരേയൊരു KR ഗൗരിയമ്മ. മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠം കയറിയ MT വാസുദേവൻ നായരും ONVയും അക്കിത്തവും, ആക്രമിക്കപ്പെട്ട നടി മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ, സോളാർ പോലെ രാഷ്ട്രീയത്തെ ശൂന്യാകാശത്ത് നിർത്തിയ അനേകം വിവാദങ്ങൾ, ലോകം എടുത്തുയർത്തിയ എല്ലാ അശുഭ ചിഹ്നങ്ങൾക്കുമേൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് നിശ്ചയമായും മലയാളികളുടേതാണ്. ലോകം കേരളത്തിലേക്ക് അത്ഭുത നേത്രങ്ങൾ അയച്ചു കാത്തിരുന്ന 2.5 പതിറ്റാണ്ടാണ്. പ്രതിരോധിച്ചും അതിജീവിച്ചും ലോകത്തെ ഇപ്പോഴും വിസ്മയിപ്പിക്കുന്ന ആൾക്കൂട്ടമാണ്. ഏതു ദേശത്ത് ചെന്നാലും മലയാളി എന്ന ഒറ്റ വിലാസം മതി തോളിൽ തട്ടി ഒരു അഭിനന്ദനം കിട്ടാൻ. നമുക്ക് വിലാസം നമ്മൾ തന്നെ എന്ന് വേറെ ഏത് ജനതയ്ക്ക് പറയാൻ കഴിയും? 21-ാം നൂറ്റാണ്ടിന്റെ കാൽ നൂറ്റാണ്ടിലെ നമ്മൾ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ 1 ലക്ഷം പ്രസവം നടക്കുമ്പോൾ 39 അമ്മമാർ മരിക്കുമായിരുന്നു. അതിപ്പോൾ 19ആയി കുറഞ്ഞു. ഏറ്റവും വികസിച്ച അമേരിക്കയിൽ അതിപ്പോഴും 20.1 1 ലക്ഷത്തിൽ 20 അമ്മമാരിൽ അധികം പ്രസവത്തെ തുടർന്ന് അമേരിക്കയിൽ മരിക്കുമ്പോൾ കേരളത്തിൽ അത് 19 മാത്രമാണ്. രാജ്യത്ത് 1 ലക്ഷത്തിൽ 103 അമ്മമാർ മരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. ശിശുമരണ നിരക്കിലും ആയുർദൈർഘ്യത്തിലും സാർവത്രിക വിദ്യാഭ്യാസത്തിലുമെല്ലാം വികസിത രാജ്യങ്ങളുടെ ഒപ്പം നിൽക്കുന്നുണ്ട് നമ്മുടെ കൊച്ചു കേരളം. ആത്മാഭിമാനത്തോടെ നമ്മളല്ലാതെ മറ്റാരാണ് ഇതൊക്കെ പറയാൻ? ഗൾഫ് പ്രവാസം കഴിഞ്ഞ് കാനഡയിലേക്കും UK-യിലേക്കും ഫ്രാൻസിലേക്കും നോർവേയിലേക്കും വരെ പഠിക്കാനും ജോലിക്കും കുടിയേറുന്നവരിലും മുന്നിലാണ് മലയാളി. മാറുന്ന മാനവ സംസ്കാരത്തെ അറിഞ്ഞും വളർന്നുമാണ് നമ്മുടെ കുട്ടികൾ ഈ കുടിയേറ്റങ്ങൾ നടത്തുന്നത്. പഴമയുടെ 4 കെട്ടുകളിലോ ചായ്പുകളിലോ കെട്ടിക്കിടക്കാൻ ഇഷ്ടപ്പെടാത്തവരുടെ കണക്കെടുത്താൽ ലോകത്ത് തന്നെ മുന്നിൽ നമ്മൾ ഉണ്ടാകും. നോക്കാം 2000-ന് ശേഷം നമ്മൾ അതിജീവിച്ച പ്രതിരോധിച്ച മഹാസംഭവങ്ങൾ. ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സംഭവിച്ച കറയാണ് മാറാട് കലാപം. അത് മറ്റിടങ്ങളിലേക്ക് പടരാതിരുന്നത് കേരള സമൂഹം ആർജിച്ച ധാർമ്മിക ബോധം കൊണ്ടാണ്. മുത്തങ്ങയിൽ ആദിവാസി സമൂഹത്തിന് നേരെ നടത്തിയ പോലീസ് വെടിവയ്പും കുടിയൊഴിപ്പിക്കലും, കുമരകം ബോട്ടപകടത്തിൽ ജീവൻ നഷ്ടമായവരിൽ ഏറെയും PSC പരീക്ഷ എഴുതാൻ പോയ യുവാക്കളായിരുന്നു. 2004-ലെ സുനാമി മറ്റു ദേശങ്ങളെ പോലെ കേരളത്തിന്റെ തീരത്തെയും തകർത്തു. 136 പേർക്ക് ജീവൻ നഷ്ടമായി. ഇതിനിടെ തേക്കടി തട്ടേക്കാട് താനൂർ തൂവൽ തീരം ബോട്ടപകടങ്ങൾ, മകരജ്യോതി കാണാൻ പുല്ലുമേട്ടിൽ എത്തിയ 106 പേർ തിക്കിലും തിരക്കിലും മരിച്ചത്, പൂറ്റിങ്ങൽ വെടിക്കെട്ടിലെ 100-ലേറെ മരണം, ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പ്രവാസം മതിയാക്കി മടങ്ങേണ്ടി വന്ന അനേകർ, പിന്നാലെ 2018-ലെ മഹാപ്രളയം. മുക്കുവർ തുഴയെറിഞ്ഞ് നേടിയതുകൂടിയാണ് ഈ കേരളമെന്ന് 2018-ലെ പ്രളയം പറയിപ്പിച്ചു. ഉള്ളതെല്ലാം ഓഖിയിൽ കടൽ കൊണ്ടുപോയി വെറും കൈയോടെ നിന്നവർ കരയ്ക്ക് നൽകിയ സ്നേഹമായിരുന്നു അത്. ും ആവർത്തിച്ചു പെരുമഴ.
പെട്ടിമുടിയും കവളപ്പാറയും പുത്തുമലയും. 2024 ജൂലൈ 30 വയനാട് മുണ്ടക്കയിൽ ചൂരൽമല. ഇതിനിടെ വന്ന കോവിഡും നിപ്പയും. 65 ലക്ഷം പേർക്ക് ബാധിച്ചതാണ് കോവിഡ്. 1.5 ലക്ഷത്തിലേറെ പേർ ആ മഹാമാരിക്ക് കീഴടങ്ങി. രോഗം ബാധിച്ചതിൽ 98.9% കേരളത്തിൽ രോഗമുക്തി നേടി. അമേരിക്കയിലെ അതേ അനുപാതം. നിപ്പ ഇതുവരെ കണ്ടുശീലിച്ച രോഗമുഖം ആയിരുന്നില്ല. ലോകത്തിന് തന്നെ എന്തു ചെയ്യണം എന്ന് ഇപ്പോഴും തീർപ്പില്ലാത്ത പകർച്ചവ്യാധി. അതും നമ്മൾ ആത്മശക്തി കൊണ്ട് അതിജീവിച്ചു. ദുരന്തങ്ങളിൽ പരസ്പരം കൈകൊടുത്ത് പിടിച്ചുകയറ്റുന്ന ജനതയെയാണ് ഈ ദുരന്തമുഖത്തും ലോകം കണ്ണിമ വെട്ടാതെ കണ്ടുനിന്നത്. കർണാടകയിലൂടെ ലോറി ഓടിച്ചു വരുമ്പോൾ മലയിടിഞ്ഞു കൊണ്ടുപോയ നമ്മുടെ ചെറുപ്പക്കാരൻ. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി. അത് കേരളത്തിന് ഒരു സാമൂഹിക പരീക്ഷണമായിരുന്നു. രാഷ്ട്രീയ ശിലകൾ വരെ ഇളക്കാൻ ശക്തിയുള്ള ഒന്ന്. അവിടെ മാറ്റങ്ങൾ വേണ്ടെന്ന് തീരുമാനിക്കപ്പെട്ടു. കോടതി അത് വീണ്ടും പരിശോധിക്കാനായി മാറ്റിവെച്ചു. ഇതിനിടെ സിറിയയിലേക്ക് പോയി എന്ന് NIA പറയുന്ന 21 പേർ. തുടർന്നു വന്ന ഹാദിയ കേസ്. ചോദ്യക്കടലാസ് തയ്യാറാക്കിയതിന്റെ പേരിൽ കൈവെട്ടി മാറ്റപ്പെട്ട തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ TJ ജോസഫ്. കളമശ്ശേരി ബസ് കത്തിക്കലും കോഴിക്കോട് ഇരട്ട സ്ഫോടനവും മുതൽ ഇലത്തൂർ ട്രെയിൻ തീവയ്പ് വരെ നമ്മൾ അത്ര പരിചയിച്ചിട്ടില്ലാത്ത തരം നിരവധി സംഭവങ്ങൾ. തുണിക്കടകളിലെ സ്ത്രീകളുടെ ഇരിപ്പിനായുള്ള സമരവും, തേയില തൊഴിലാളി സ്ത്രീകളുടെ രാത്രി സമരവും, ആദിവാസികളുടെ നിൽപ്പ് സമരവും. 5 ആണ്ട് കൂടുമ്പോൾ അധികാരമാറ്റം എന്ന കീഴ്വഴക്കം മാറിയതും ഈ നൂറ്റാണ്ടിലാണ്. പിണറായി വിജയൻ നയിച്ച 2 തെരഞ്ഞെടുപ്പും ജയിച്ച് ഇടതുമുന്നണി തുടർ ഭരണം നേടി. പ്രതിപക്ഷമായി നിലനിൽക്കാനുള്ള പോരാട്ടത്തിൽ 2 വട്ടം രാഹുൽ ഗാന്ധി, പിന്നെ പ്രിയങ്ക. ഇരുവരും തെരഞ്ഞെടുത്തത് കേരളമാണ്. പാലക്കാട് വേരുകളുള്ള വിവേക് രാമസ്വാമി അമേരിക്കയിൽ ഭരണപരിഷ്കാര സമിതിയുടെ നായകനായി. കണ്ണൂരുകാരി ഗീതാ ഗോപിനാഥ് രാജ്യാന്തര നാണ്യനിധിയുടെ ഗവേഷണ വിഭാഗത്തെ നയിക്കുന്നു. ശ്രീശാന്ത് കുതിച്ചുയർന്നു, എരിഞ്ഞു തീർന്നു. സഞ്ജു സാംസൺ ചിരപ്രയത്നം കൊണ്ട് രാജ്യത്തെ ക്രിക്കറ്റ് പ്രണയികളുടെ ഹൃദയം കീഴടക്കി. കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര കളികൾ തോറ്റാലും അവർക്കൊപ്പം ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മലയാളി മഞ്ഞപ്പട ഇരമ്പി നിന്നു. ഫുട്ബോളിലെങ്കിലും മലയാളി പ്രൊഫഷണലായത് അങ്ങനെയാണ്. കേരളത്തിൽ 10ാം ക്ലാസ് പൂർത്തിയാകാതെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നവരുടെ അനുപാതം 0.08 യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ പോലും തലയെടുപ്പുള്ള കണക്ക്. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഡിഗ്രിക്ക് കഴിഞ്ഞ വർഷം ചേർന്നത് 3,52,874 പേർ. 1ാം ക്ലാസ്സിൽ ഒരു വർഷം ചേരുന്ന കുട്ടികളുടെ അടുത്ത സംഖ്യ. ശേഷിക്കുന്നവർ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലും ഡിപ്ലോമ കോഴ്സുകളിലും. ബിരുദമോ 12ാം ക്ലാസ് കഴിഞ്ഞുള്ള 3 വർഷ ഡിപ്ലോമയോ ആണ് ഇന്നത്തെ മലയാളിയുടെ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. ലോകമറിയുന്ന ഈ യുവാക്കളാണ് കേരളത്തിന്റെ ശക്തി. അവരെ ഉപദേശിക്കേണ്ടതില്ല. അവർ ഈ നാടിനെ അടുത്ത 3/4 നൂറ്റാണ്ട് നല്ല ഭംഗിയായി നയിക്കും. കാരണം ഇവിടെ സ്ത്രീകൾക്ക് 79.5 വയസ്സും പുരുഷന്മാർക്ക് 73 വയസ്സുമാണ് ശരാശരി ആയുസ്. രാജ്യത്ത് ഏറ്റവും ആയുസ്സുള്ളത് മലയാളികൾക്കാണ് എന്നുകൂടി പറഞ്ഞ് ഈ നൂറ്റാണ്ടിലെ 25ാം വർഷത്തിലേക്ക് സഹർഷം നമുക്ക് ചുവടുവയ്ക്കാം. നമസ്കാരം.